അതല്ല, ഇപ്പൊ ട്രംപ് ഒരു മിഡിൽ ഈസ്റ്റിക്ക് ഒരു യാത്ര നടത്തിയിട്ടില്ലേ, സൗദിക്ക്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സൗദി $600 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. ഖത്തർ 1.2 ട്രില്യൺ. ട്രംപിന് എന്തോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടില്ലേ? $400 മില്യൺ ബോയിങ്. ഇത്രയും വലിയ ഗിഫ്റ്റ് വേറൊരു ആൾക്കും കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. സൗദി ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഫോർവേഡ് ലുക്കിംഗ് ആണ്. കാരണം 2030 ആകുമ്പോഴത്തേന് അവർക്ക് ഓയിലിനോടുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം കുറച്ചിട്ട് പോസ്റ്റ് ഓയിൽ ഇക്കോണമിയിലോട്ടാണ് അവർ നോക്കുന്നത്. അതിനാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള AI. ഇപ്പൊ ഒരു ഹ്യൂമെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അവിടുത്തെ PIF ലോഞ്ച് ചെയ്തിട്ടുണ്ട്. NVIDIA ആയിരിക്കും മേജർ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ചിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പോയി സൗദി പോയി ഇലോൺ മസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇലോൺ മസ്ക്, സാം ആൾട്ട്മാൻ ഉണ്ടായിരുന്നു, NVIDIA CEO ജെൻസൺ ഹാങ് ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ഇലോൺ മസ്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ റിയാദില് മറ്റേ വേം ഹോള് വരുന്ന, ഇലോൺ മസ്കിന് ഒരു ബോറിംഗ് കമ്പനി ഉണ്ടല്ലോ, അതായത് അവര് ടണല് ഡിഗ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ കൂടെ, അതായത് വേം ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റെല്ലറിലൊക്കെ കാണുന്നുണ്ട്, ഒരു സ്ഥലത്ത് കൂടെ എൻ്റർ ചെയ്തിട്ട് ഗാലക്സിന്റെ വേറെ സ്ഥലത്ത് കൂടെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അതായത് ഇത്രയും ട്രാഫിക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് റിയാദിൽ ഒരു വേം ഹോള് ബോറിംഗ് കമ്പനി നിർമ്മിച്ചിട്ട് ഒരു പോയിന്റിൽ, അതായത് ഈ ടാക്സീസ് തന്നെ ആയിരിക്കും ടെസ്ലന്റെ റോബോ ടാക്സീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോയിന്റിൽ എൻ്റർ ചെയ്തിട്ട് മറ്റേ പോയിന്റ് കൂടെ എക്സിറ്റ്. അത് യുഎസിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ യുഎസിൽ ലാസ് വേഗസിൽ ചെറിയ രീതിക്ക് ഞാൻ ദുബായിൽ ആ പ്രൊജക്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ റിയാദിലും കൂടി അനൗൺസ് ചെയ്തു. കാരണം അത്രയും ട്രാഫിക് ഏറിയ സ്ഥലത്ത് ഇതുപോലത്തെ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ റെവല്യൂഷണറി ആയിരിക്കും.